are discussing about the phenomenon physical weathering. Physical weathering, it is also known as mechanical weathering. Physical weathering is a term used in science that refers to the geological process of rocks breaking apart without changing their chemical composition. Over time, movements of the earth and environment can break apart rock formation, causing physical weathering. Physical weathering can also refer to other things in the environment breaking down, like soil and minerals. Pressure, warm temperature, water, ice can cause physical weathering. വെതറിങ്ങിന്റെ ഒന്നാമത്തെ ടൈപ്പാണ് ഫിസിക്കൽ വെതറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ വെതറിംഗ് എന്നത്. ഫിസിക്കൽ വെതറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരു ജിയോളജിക്കൽ പ്രോസസ്സാണ്. ഈ പ്രോസസ്സിന്റെ പ്രത്യേകത, റോക്സ് ഇതിൽ ബ്രേക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിൽ ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസിന്റെ ഫലമായിട്ടാണ് ഇവിടെ റോക്ക് ബ്രേക്കിംഗ് നടക്കുന്നത്. കെമിക്കൽ കോമ്പോസിഷനിൽ തന്നെ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അത്തരത്തിൽ കെമിക്കൽ കോമ്പോസിഷനിൽ മാറ്റം സംഭവിച്ചുണ്ടാകുന്ന വെതറിങ്ങിനെ കെമിക്കൽ വെതറിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റീസിന്റെ സഹായത്തോടു കൂടി റോക്ക് ബ്രേക്ക് ചെയ്യുന്നതിനെയാണ് ഫിസിക്കൽ വെതറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ വെതറിംഗ് എന്ന് പറയുന്നത്. ഈ ഫിസിക്കൽ വെതറിംഗ് നടക്കുന്ന സമയത്ത് അതിന്റെ റിസൾട്ടൻ്റായിട്ട് കിട്ടുന്ന പ്രോഡക്ട്സ് എന്ന് പറയുന്നത് സോയിലും മിനറൽസും ആയിരിക്കും. ചിലപ്പോൾ ബൗൾഡേഴ്സും പെബിൾസും ഒക്കെ ഫിസിക്കൽ വെതറിംഗിന്റെ ബൈ പ്രോഡക്ട്സ് ആയിട്ട് ലഭിക്കാറുണ്ട്. ഫിസിക്കൽ വെതറിങ്ങിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് പ്രഷറും ടെമ്പറേച്ചറും ഒപ്പം തന്നെ വാട്ടർ അതുപോലെ ഐസിന്റെ പ്രസൻസുമാണ്. Then types of physical weathering. There are different varieties of physical weathering. The main varieties are the block disintegration due to frost action, crystallization, block disintegration due to temperature change, granular disintegration due to temperature change, shattering due to rain shower and heat, exfoliation due to temperature and wind, disintegration and exfoliation due to unloading, and other types of physical weathering. First, the block disintegration due to frost action. Frost action is one of the most important physical weathering process. It is predominantly found in cold climate. Water when become ice, its volume increases. The expansion creates a powerful mechanical force called freeze-thaw action or frost action that can exceed the tensional strength of rock. The disintegration of rocks into large size blocks due to freeze and thaw of water is common occurrence in temperate and cold climatic region, and they are called the block disintegration due to frost. ഒന്നാമത്തെ ഫിസിക്കൽ വെതറിംഗിലെ ഒന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വെതറിംഗ് പ്രോസസ്സാണ് ബ്ലോക്ക് ഡിസിൻറ്റഗ്രേഷൻ ഡ്യൂ ടു ഫ്രോസ്റ്റ് ആക്ഷൻ. ഫ്രോസ്റ്റിന്റെ സഹായത്തോടു കൂടെയുള്ള ബ്ലോക്ക് ഡിസിൻറ്റഗ്രേഷൻ. ഇത് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് കോൾഡ് ക്ലൈമറ്റിൽ, പ്രത്യേകിച്ച് ടെമ്പറേറ്റും അതുപോലെ വളരെയധികം കോൾഡ് ആയിട്ടുള്ള തുന്ദ്ര ടൈഗർ റീജിയൻസിലാണ് ഇത്തരത്തിലുള്ള ഡിസിൻറ്റഗ്രേഷൻസ് കാണാൻ സാധിക്കുന്നത്. വെള്ളം ഐസായിട്ട് മാറുമ്പോൾ, ഏതൊരു ലിക്വിഡ് ബോഡിയും അതൊരു സോളിഡ് പാർട്ടായിട്ട് മാറുമ്പോൾ അതിന്റെ വോളിയം എക്സ്പാൻഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വെള്ളവും ഐസായിട്ട് മാറുമ്പോൾ അതിന്റെ വോളിയം എക്സ്പാൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ പാറക്കെട്ടിന്റെ ഇടയിൽ നിൽക്കുന്ന വെള്ളം പെട്ടെന്ന് ഐസായിട്ട് മാറുന്ന സമയത്ത് അതിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിന് ഒരു പ്രഷർ, ആ ഒരു എക്സ്പാൻഷൻ കൊണ്ട് ഒരു പ്രഷർ, ഒരു മെക്കാനിക്കൽ ഫോഴ്സ് അത്തരത്തിലുള്ള ഐസ് ആ ഒരു പാറയിൽ ചെലുത്താറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മെക്കാനിക്കൽ ഫോഴ്സ് കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള എക്സ്പാൻഷനോ പിന്നീട് അത് ഐസ് മെൽറ്റ് ചെയ്ത് വാട്ടർ ആകുമ്പോഴുള്ള കോൺട്രാക്ഷനോ ഒക്കെ കൊണ്ട് ഒരു ടെൻഷണൽ സ്ട്രെങ്ത് അവിടെ എക്സീഡ് ചെയ്യും. അങ്ങനെ റോക്സ് ബ്ലോക്ക് ആയിട്ട് ബ്രേക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഇത്തരത്തില് ടെമ്പറേറ്റ് ആൻഡ് കോൾഡ് ക്ലൈമാറ്റിക് റീജിയനിൽ ഉണ്ടാകുന്ന വെതറിംഗ് പ്രോസസ്സിനെയാണ് ബ്ലോക്ക് ഡിസിൻറ്റഗ്രേഷൻ ഡ്യൂ ടു ഫ്രോസ്റ്റ് എന്ന് പറയുന്നത്. The diurnal freeze and thaw cycle causes alternative expansion and contraction, which introduce tension and stresses, due to which the rocks are disintegrated into smaller particles, and this process is known as granular disintegration due to frost action. Diurnal എന്ന് പറഞ്ഞാൽ ഡെയിലി എന്നാണ് അതിനർത്ഥം. ഡെയിലി ഫ്രീസിങ് ഐസ് ആവുന്ന പ്രോസസ്സും തോയിങ് എന്ന് പറയുന്നത് അത് മെൽറ്റ് ചെയ്യുന്ന പ്രോസസ്സും. അപ്പം ഡെയിലി ഫ്രീസ് ആവുന്നതും മെൽറ്റ് ആവുന്ന ആ പ്രോസസ്സ് കൊണ്ട് ഒരു റോക്കിന് ആൾട്ടർനേറ്റീവ് ആയിട്ട് എക്സ്പാൻഷനും കോൺട്രാക്ഷനും നടക്കുകയും അവിടെ സ്ട്രെസ്സും ടെൻഷനും ഉണ്ടാവുന്നതിന്റെ ഫലമായിട്ട് ഡിസിൻറ്റഗ്രേഷൻ നടക്കുകയും ചെയ്യും. പക്ഷെ ഇത്തരത്തിലുള്ള ഡിസിൻറ്റഗ്രേഷൻ സ്മോളർ പാർട്ടിക്കിൾസ് ആയിട്ട് അല്ലെങ്കിൽ ഗ്രാനുവൽ പാർട്ടിക്കിൾസ് ആയിട്ടാണ് നടക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള വെതറിങ്ങിനെയാണ് ഗ്രാനുലർ ഡിസിൻറ്റഗ്രേഷൻ ഡ്യൂ ടു ഫ്രോസ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത്. തന്നിരിക്കുന്നതിൽ ആദ്യത്തെ ഫിഗർ ഗ്രാനുലർ ഡിസിൻറ്റഗ്രേഷൻ ഡ്യൂ ടു ഫ്രോസ്റ്റ് ആക്ഷൻ ആണ്. ആ ഫിഗറിൽ കാണാൻ സാധിക്കും ഗ്രാനുൾസിന്റെ രൂപത്തിലാണ് ഡിസിൻറ്റഗ്രേഷൻ നടന്നിട്ടുള്ളത്. And if the disintegration of
rock due to diurnal freeze-thaw cycles in the periglacial regions is called frost weathering or congelifraction. ഇനി ഇത്തരത്തിലുള്ള ഡിസഇന്റഗ്രേഷൻ നടക്കുന്നത് പെരിഗ്ലേഷ്യൽ ഏരിയാസിലാണെങ്കിൽ, പെരിഗ്ലേഷ്യൽ എന്ന് പറഞ്ഞാൽ വളരെയധികം തണുത്തുറഞ്ഞ പോളാർ റീജിയൻസുമായിട്ട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ് പെരിഗ്ലേഷ്യൽ ഏരിയാസ് എന്ന് പറയുന്നത്. അവിടെ നടക്കുന്ന ഈ ഡിസഇന്റഗ്രേഷനെ വിളിക്കുന്നത് ഫ്രോസ്റ്റ് വെതറിംഗ് അല്ലെങ്കിൽ കോൺജലിഫ്രാക്ഷൻ എന്നാണ്. സെക്കൻഡ് ഫിഗർ കോൺജലിഫ്രാക്ഷൻ നടന്ന ഒരു റോക്കാണ് കാണിച്ചിരിക്കുന്നത്. Crystallization. Crystallization occurs in arid climate. In arid climate, dry weather draws moisture to surface of the rock. As the water evaporates, crystals form from dissolved minerals. As this process continues over time and the crystals grow and enlarge, they exert a force great enough to spread apart individual mineral grains and begin breaking up the rock. Such crystallization or soft crystal growth is a form of physical weathering. എയറിഡ് ക്ലൈമറ്റ്സിൽ അല്ലെങ്കിൽ ഡ്രൈ വെതർ കണ്ടീഷനിൽ നടക്കുന്ന ഒരു വെതറിംഗ് പ്രോസസ്സാണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത, ഡ്രൈ ക്ലൈമറ്റ് അല്ലെങ്കിൽ എയറിഡ് ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ സർഫസ് റോക്സിലുള്ള മോയ്സ്ചർ കണ്ടന്റ് ഇത് പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യും അല്ലെങ്കിൽ ഇവോപ്പറേറ്റ് ചെയ്തത് പോകാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ മോയ്സ്ചർ കണ്ടന്റിൽ അടങ്ങിയിട്ട് സോൾട്ട് കണ്ടന്റ് അല്ലെങ്കിൽ മിനറൽസ് ഡിസോൾവ്ഡ് ഫോമിലായിരിക്കും കണ്ടുവരുന്നത്. അത് പെട്ടെന്ന് ക്രിസ്റ്റൽ ഫോമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ക്രിസ്റ്റൽസ് ആകുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലിക്വിഡ് ബോഡി ഒരു ക്രിസ്റ്റൽ അല്ലെങ്കിൽ സോൾട്ട് ബോഡി ആയിട്ട് മാറുമ്പോൾ അത് അതിന്റെ വോളിയം എന്തായാലും എക്സ്പാൻഡ് ചെയ്യും, അത് ഗ്രോ ചെയ്യും, അത് എൻലാർജ് ചെയ്യും. അത്തരത്തിലുള്ള എക്സ്പാൻഷൻ നടക്കുന്നത് കൊണ്ട് അത് ആ ഏത് പ്രതലത്തിലാണോ കാണപ്പെടുന്നത്, ഏത് റോക്കിന്റെ പ്രതലത്തിലാണോ കാണപ്പെടുന്നത് അവിടെ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അവിടെ നിന്ന് ഇൻഡിവിജ്വൽ മിനറൽ ഗ്രെയിൻസ് പൊട്ടി ബ്രേക്ക് ചെയ്യുകയും ചെയ്യും. ഇത്തരത്തിലുള്ള വെതറിങ്ങിനെയാണ് ക്രിസ്റ്റലൈസേഷൻ അല്ലെങ്കിൽ സോൾട്ട് ക്രിസ്റ്റൽ വെതറിംഗ് എന്ന് പറയുന്നത്. ഇതൊരു സോൾട്ട് ക്രിസ്റ്റൽ വെതറിംഗ് നടന്ന ഒരു റോക്കിന്റെ ഒരു ഫോട്ടോയാണ് കൊടുത്തേക്കുന്നത്. ഓപ്പൺ ഏരിയയിൽ കിടക്കുന്ന ഒരു ബെയർ സർഫസ് റോക്ക്, അത് ഡേ ടൈം ആകുമ്പോൾ തന്നെ അത് പെട്ടെന്ന് തന്നെ ചൂട് പിടിക്കാറുണ്ട്. അപ്പോൾ അതിന്റെ ഔട്ടർ ലെയർ, ഏതൊരു വസ്തു ചൂട് പിടിക്കുമ്പോൾ എക്സ്പാൻഡ് ചെയ്യുന്നത് പോലെ റോക്കിന്റെ ഔട്ടർ ലെയറും എക്സ്പാൻഡ് ചെയ്യും. പക്ഷെ രാത്രിയാകുമ്പോൾ ടെമ്പറേച്ചർ വളരെയധികം താഴുകയും ഈ ഔട്ടർ ലെയർ കോൺട്രാക്ട് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ടെമ്പറേച്ചർ വ്യത്യാസം കൊണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യും, പിന്നെ കോൺട്രാക്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ അതൊരു ടെൻഷനും സ്ട്രെസ്സും അവിടെ ക്രിയേറ്റ് ചെയ്യും. റോക്കിൽ പാരലൽ ജോയിന്റ്സ് ഉണ്ടാവുകയും ചെയ്യും. ഇത് പ്രധാനമായിട്ടും കണ്ടുവരുന്നത് ഹോട്ട് ഡെസേർട്ട് ഏരിയാസിലാണ്. ഡെസേർട്ടിന്റെ പ്രത്യേകത പകലും നല്ല ചൂടും രാത്രി നല്ല തണുപ്പുമായിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള പാരലൽ ജോയിന്റ്സിൽ വീണ്ടും എക്സ്പാൻഷനും കോൺട്രാക്ഷനും നടക്കുന്ന സമയത്ത് വലിയ വലിയ ബ്ലോക്ക് ആയിട്ട് അത് ഡിസിന്റഗ്രേറ്റ് ചെയ്ത് മാറുകയും അത് തെന്നി നീങ്ങും. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് അത് തെന്നി നീങ്ങുകയും ചെയ്യും. ഇത്തരത്തിലുള്ള വെതറിങ്ങിനെയാണ് ബ്ലോക്ക് ഡിസിന്റഗ്രേഷൻ ഡ്യൂ ടു ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. Then granular disintegration due to temperature change. The coarse grained rocks are more affected by shattering process in hot desert, which is characterized by high range of diurnal temperature. The rocks which are coarse grained with different colors absorb insolation differently. Thus, different parts of the same rock receive and absorb different amount of insolation, resulting in differential expansion and contraction of rock. This causes stress within the rocks and they disintegrate into smaller particles. Such type of shattering of rocks is called granular disintegration. ടെമ്പറേച്ചർ ചേഞ്ച് കൊണ്ട് തന്നെ വരുന്ന അടുത്തൊരു ടൈപ്പ് വെതറിംഗ് ആണ് ഗ്രാനുലാർ ഡിസിന്റഗ്രേഷൻ ഡ്യൂ ടു ടെമ്പറേച്ചർ ചേഞ്ച്. റോക്സിന്റെ പ്രത്യേകത അത് ഒരുപാട് മിനറൽസും ഒരുപാട് ഗ്രെയിൻസും ഉള്ള കോമ്പോസിഷനാണ് റോക്സ് എന്ന് പറയുന്നത്. ഈ ഗ്രാനുലാർ ഡിസിന്റഗ്രേഷൻ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് കോഴ്സ് ഗ്രെയിൻ റോക്സ് ആണ്. പ്രധാനമായിട്ടും ഹോട്ട് ഡെസേർട്ടിൽ കാണപ്പെടുന്ന കോഴ്സ് ഗ്രെയിൻ റോക്സ്. ആ പ്രത്യേകത നേരത്തെ പറഞ്ഞു, അവിടെ ഹൈ റേഞ്ച് ഓഫ് ഡയറൂണൽ ടെമ്പറേച്ചർ ആണ്. അതായത് ഡെയിലി ടെമ്പറേച്ചറിന്റെ റേഞ്ച്, മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് ഡയറൂണൽ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ റേഞ്ച് ഡേ ടൈമിൽ ഭയങ്കര ചൂടും നൈറ്റിൽ തണുപ്പും ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ഡെയിലി റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും. അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ കണ്ടുവരുന്ന ഒരു ഡിസിന്റഗ്രേഷൻ ആണ് ഗ്രാനുലാർ ഡിസിന്റഗ്രേഷൻ ഡ്യൂ ടു ടെമ്പറേച്ചർ ചേഞ്ച്. റോക്സിന്റെ പ്രത്യേകത ഇത് കോഴ്സ് ഗ്രൈൻഡ് ആയതുകൊണ്ട് തന്നെ അതിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മിനറൽസ് കാണും. ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മിനറൽസും അബ്സോർബ് ചെയ്യുന്ന സൺലൈറ്റ്, ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ ഇൻകമിങ് സോളാർ റേഡിയേഷനെയാണ് ഇൻസുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന ഇൻസുലേഷൻ അത് അബ്സോർബ് ചെയ്യുന്ന എമൗണ്ടും ഡിഫറെന്റ് ആയിരിക്കും. കാരണം ചിലത്
വളരെ ഡാർക്ക് കളർ മിനറൽസ് ആയിരിക്കും, ചിലത് ലൈറ്റ് കളർ മിനറൽസ് ആയിരിക്കും. അപ്പോൾ അത് റിസീവ് ചെയ്യുന്ന, അത് അബ്സോർവ് ചെയ്യുന്ന സൺലൈറ്റിന്റെ എമൗണ്ടും അതിന്റെ കളർ അനുസരിച്ചും അതിന്റെ കോർ സൈസ് അനുസരിച്ചും ഒക്കെ വ്യത്യാസം വരും. അപ്പോൾ ഡിഫറെന്റ് എമൗണ്ട് ഓഫ് സൺലൈറ്റ് അല്ലെങ്കിൽ ഇൻസുലേഷൻ അബ്സോർവ് ചെയ്യുന്നത് വഴി ഒരു റോക്കിൽ തന്നെ പല ഭാഗത്തും ഡിഫറെന്റ് റേറ്റ് ഓഫ് എക്സ്പാൻഷനും കോൺട്രാക്ഷനും ആണ് നടക്കുന്നത്. അപ്പോൾ ഒരേ റോക്കിൽ തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എക്സ്പാൻഷനും കോൺട്രാക്ഷനും നടക്കുമ്പോൾ അതിന്റെ മുകളിലത്തെ പാളികൾ ചെറുതായിട്ട് ഷാറ്റർ ചെയ്യും. പിന്നെ ഗ്രാനൂൾസിന്റെ രൂപത്തിൽ ഡിസിന്റഗ്രേറ്റ് ചെയ്യുന്നതിനെയാണ് ഗ്രാനുലാർ ഡിസിന്റഗ്രേഷൻ ഡ്യൂ ടു ടെമ്പറേച്ചർ ചേഞ്ച് എന്ന് പറയുന്നത്. Then shattering due to rain shower and heat. The outer shells of the rocks are shattered due to sudden light showers in hot climatic regions, mainly in hot desert regions. The intensely heated rocks, when struck by rain showers, develop numerous cracks. The repetition of this mechanism causes spalling and granular disintegration of rocks. ഷാറ്ററിങ് പ്രധാനമായിട്ടും നടക്കുന്നതും വളരെ ഹോട്ട് ഡെസേർട്ട് റീജിയൻസിലാണ്, അതായത് വളരെ ചൂട് കൂടിയ ഹോട്ട് ക്ലൈമാറ്റിക് റീജിയൻസിലാണ് ഷാറ്ററിങ് നടക്കുന്നത്. ഇതിന്റെ പ്രത്യേകത ഡേ ടൈമിൽ ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ചൂടും ഒപ്പം തന്നെ ചില സമയത്ത് പെട്ടെന്നൊരു റെയിൻ ഷവേഴ്സും ഡെസേർട്ട് റീജിയൻസിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ വളരെയധികം ചൂട് പിടിച്ചിരിക്കുന്ന റോക്സിൽ പെട്ടെന്നൊരു റെയിൻ ഷവർ വരുമ്പോഴത്തേക്കും അതിന് പുറത്ത് ചെറിയ ചെറിയ ക്രാക്സ് രൂപപ്പെടാറുണ്ട്. ഈ ക്രാക്സ്, ഷാറ്ററിംഗ് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് പീസ് ആയിട്ട് ബ്രോക്കൺ ചെയ്യുന്നതിനാണ് ഷാറ്ററിംഗ് എന്ന് പറയുന്നത്. അതിന് മുകളിലത്തെ പാളിങ്ങനെ ഇളകി വരുന്നതിനാണ് സ്പാലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റോക്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ചൂട് കിട്ടി അത് വളരെയധികം ചൂട് പിടിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു റെയിൻ ഷവർ വരികയും അതിന്റെ ഫലമായിട്ട് പെട്ടെന്ന് തണുക്കുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, അവിടെ ന്യൂമറസ് ആയിട്ടുള്ള ക്രാക്സ് ഉണ്ടാവുകയും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ ഒരു റെപ്പറ്റീഷൻ വരുമ്പോഴത്തേക്കും അവിടെ ഒന്നേ സ്പാലിംഗ്, അതായത് മുകളിലത്തെ ഭാഗം ലെയർ ആയിട്ട് ഇളവുകയോ അല്ലെങ്കിൽ ഗ്രാനുലാർ ഡിസിന്റഗ്രേഷൻ നടക്കുകയോ ചെയ്യുന്നതിനെയാണ് ഷാറ്ററിംഗ് ഡ്യൂ ടു റെയിൻ ഷവർ ആൻഡ് ഹീറ്റ് എന്ന് പറയുന്നത്. Then exfoliation due to temperature and wind. Exfoliation refers to the peeling of concentric shell of rocks due to combined action of heat and wind in hot, arid and semi-arid region and in monsoon region. It is also known as onion weathering. The outer shell of rocks becomes loose due to the alternate expansion and contraction due to high temperature during the daytime and comparatively low temperature during the night. And these loosened shells are peeled off by strong winds. Differential heating of outer and lower shells of a rock mass causes flaking. For example, concave dome in Ranchi. Exfoliation. രണ്ട് ഏജൻസ്, അതായത് ടെമ്പറേച്ചറിന്റെയും വിൻഡിന്റെയും കമ്പൈൻഡ് ആക്ഷൻ കൊണ്ട് നടക്കുന്ന ഒരു ഫിസിക്കൽ വെതറിംഗ് പ്രോസസ്സിനാണ് എക്സ്ഫോളിയേഷൻ എന്ന് പറയുന്നത്. എക്സ്ഫോളിയേഷനെ ഓണിയൻ വെതറിംഗ് എന്ന് പറയാറുണ്ട്. ഇത് പ്രധാനമായിട്ട് നടക്കുന്നത് മൺസൂൺ റീജിയനിലും ഹോട്ട് അല്ലെങ്കിൽ സെമി എയറിഡ് റീജിയൻസിലുമാണ്. ഇതിന്റെ ഒരു പ്രത്യേകത, ഡേ ടൈമിൽ റോക്സ് എക്സ്പാൻഡ് ചെയ്യുന്നു, ഔട്ടർ ലെയർ എക്സ്പാൻഡ് ചെയ്യുന്നു. നൈറ്റ് ആകുമ്പോൾ കമ്പാരിറ്റീവ്ലി ടെമ്പറേച്ചർ കുറവാകുന്നതുകൊണ്ട് അത് കോൺട്രാക്ട് ചെയ്യുന്നു. ഇത്തരത്തിൽ എക്സ്പാൻഷനും കോൺട്രാക്ഷനും കണ്ടിന്യൂസ് ആയിട്ട് നടക്കുമ്പോൾ അതിന്റെ ഷെൽസ്, ഔട്ടർ ഷെൽ എന്ന് പറയുന്നത് പീല് ചെയ്യും, അതായത് ഓണിയന്റെ തൊലി പീല് ചെയ്യുന്നത് പോലെ അത് പതുക്കെ ഇളകി വരും. ഇത്തരത്തിൽ ഇളകി വരുന്നതിനെ സ്ട്രോങ് വിൻഡ്സ് ഡിസ്പ്ലേസ് ചെയ്യും. അത്തരത്തിലുള്ള വെതറിങ്ങിനെയാണ് എക്സ്ഫോളിയേഷൻ ഡ്യൂ ടു ടെമ്പറേച്ചർ ആൻഡ് വിൻഡ് എന്ന് പറയുന്നത്. അതിന്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ഇന്ത്യയിൽ കാണാൻ സാധിക്കുന്നത് റാഞ്ചിയിൽ കണ്ടുവരുന്ന കൺകേവ് ഡോമിലാണ്. Disintegration and exfoliation due to unloading. The rocks which are buried under thick covers of overlying rocks are disintegrated when they are exposed to the surface due to the removal of superincumbent load and consequent release of pressure. The removal of superincumbent load is known as unloading. അടുത്തൊരു ടൈപ്പ് ഓഫ് ഫിസിക്കൽ വെതറിംഗ് എന്ന് പറയുന്നത് അൺലോഡിംഗ് കൊണ്ടുണ്ടാകുന്ന ഡിസിന്റഗ്രേഷനും എക്സ്ഫോളിയേഷനും. അതായത് വളരെയധികം ഭാരമുള്ള ഒരു വസ്തു ഒരു പ്രദേശത്ത് ഇരിക്കുകയാണ്, പെട്ടെന്ന് ആ വസ്തു നമ്മൾ എടുത്തു മാറ്റുമ്പോൾ അതിന് താഴെ ഉണ്ടാകുന്ന റോക്സിനോ അല്ലെങ്കിൽ മെറ്റീരിയൽസിനോ ഉണ്ടാകുന്ന വെതറിങ്ങിനെയാണ് അൺലോഡിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു സൂപ്പർ ഇൻകംബന്റ് ലോഡ് ഉണ്ടായിരുന്നു, ആ ലോഡിനെ അവിടെ നിന്ന് എടുത്തു മാറ്റുന്ന ആ പ്രോസസ്സിനെ അൺലോഡിംഗ് എന്ന് പറയുന്നു. അൺലോഡിങ്ങിന്റെ ഫലമായിട്ട് പെട്ടെന്നൊരു പ്രഷർ റിലീസ് ഉണ്ടാകുന്നതിന്റെ ഫലമായിട്ടും ഫിസിക്കൽ വെതറിംഗ് സംഭവിക്കാറുണ്ട്. First one is sheeting. Sheeting refers to the development of cracks and fractures parallel to the ground surface caused by the removal of superincumbent load, resulting into the reduction of confining pressure.
സൂപ്പർ ഇൻകംബന്റ് ലോഡ് റിമൂവ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഒരു പ്രഷർ റിലീസ് ഉണ്ടാവുകയും അതിന്റെ ഫലമായിട്ട് സർഫസിൽ കാണപ്പെടുന്ന റോക്സിൽ ഫ്രാക്ചേഴ്സും ക്രാക്സും പാരലൽ ആയിട്ട് ഗ്രൗണ്ട് സർഫസിൽ ഉണ്ടാവുന്നതിനെയാണ് ഷീറ്റിംഗ് എന്ന് പറയുന്നത്. ആ ഫിഗറിൽ കാണാൻ സാധിക്കും, സർഫസിന് പാരലൽ ആയിട്ട് കാണപ്പെടുന്ന റോക്സിൽ ഫ്രാക്ചേഴ്സും ക്രാക്സും ഉണ്ടായിട്ടുണ്ട്. ഇതിനെയാണ് ഷീറ്റിംഗ് എന്ന് പറയുന്നത്. Campering. Campering refers to fracturing of brittle sandstone beds along vertical joints due to expansion caused by the unloading of superincumbent load and consequent release of confining pressure. ക്യാമ്പറിങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പ്രധാനമായിട്ട് നടക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബ്രിട്ടിലായ സാൻഡ്സ്റ്റോൺ ബെഡ്സിലാണ്. അതിന്റെ വെർട്ടിക്കൽ ജോയിന്റ്സിൽ അൺലോഡിംഗ് സംഭവിക്കുമ്പോൾ അവിടെ ഒരു എക്സ്പാൻഷൻ ഉണ്ടാവുകയും അതിന്റെ ഫലമായിട്ട് പ്രഷർ റിലീസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് ക്യാമ്പറിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. ഇതൊരു ഈ ഫിഗറിൽ കാണാൻ സാധിക്കും, ഇതൊരു സാൻഡ്സ്റ്റോൺ ആണ്, ബ്രിട്ടിൽ ആയിട്ടുള്ള സാൻഡ്സ്റ്റോൺ ബെഡ് ആണ്. അവിടെ ഒരുപാട് വെർട്ടിക്കൽ ജോയിന്റ്സ് കാണാൻ സാധിക്കും. ഈ ജോയിന്റ്സിൽ നിന്ന് പുറത്ത് ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ലോഡ് അൺലോഡ് ചെയ്ത് മാറിയിട്ടുണ്ട്. ഇവിടെ ഫിഗറിൽ കാണാൻ സാധിക്കത്തില്ല. അൺലോഡ് ചെയ്യുന്നതിന് ഫലമായിട്ട് അവിടെ ഒരു പ്രഷർ റിലീസ് ഉണ്ടാവുകയും ഈ വെർട്ടിക്കൽ ജോയിന്റ്സ് വഴി ഫ്രാക്ചറിങ് സംഭവിക്കുകയും ചെയ്യുന്നതിനെയാണ് ക്യാമ്പറിംഗ് എന്ന് പറയുന്നത്. Then spalling. Spalling refers to the development of platy rock fragments in the rocks due to unloading of superincumbent load. superincumbent ലോഡിന്റെ ഒരു അൺലോഡിംഗ് കൊണ്ട് പ്ലേറ്റി റോക്ക് ഫ്രാഗ്മെന്റ്സ് ആയിട്ടാണ് അത് തെന്നി മാറുന്നതെങ്കിൽ, റോക്സ് ബ്രേക്ക് ചെയ്യുന്നെങ്കിൽ അത്തരത്തിലുള്ള പ്രതിഭാസത്തിനെ വിളിക്കുന്നതാണ് സ്പാലിംഗ് എന്ന് ആ ഫിഗറിൽ കാണാൻ സാധിക്കും. ഓരോരോ ലെയേഴ്സ്, ചെറിയ ചെറിയ പ്ലേറ്റി ലെയേഴ്സ് ആയിട്ടാണ് അവിടെ ഡിസന്റഗ്രേഷൻ നടക്കുന്നത്. അതിനെയാണ് സ്പാലിംഗ് എന്ന് വിളിക്കുന്നത്. ഇതെല്ലാം അൺലോഡിംഗ് കൊണ്ട് നടക്കുന്ന ഡിസന്റഗ്രേഷൻ പ്രോസസ്സാണ്. Other types of physical weathering. First, boulder cleaving. It refers to breaking and splitting of boulders of granites and basalt and complex boulders due to thermal expansion. Boulder cleaving എന്ന് പറയുന്നത് thermal expansionന്റെ ഫലമായിട്ട് പ്രത്യേകിച്ച് ഹാർഡ് റോക്സ് ആയിട്ടുള്ള ഗ്രാനൈറ്റ്, ബസാൾട്ട് തുടങ്ങിയവയിൽ ബ്രേക്കിംഗ് സ്പ്ലിറ്റിംഗ് നടക്കുന്നതും അത്തരത്തിലുള്ള സ്പ്ലിറ്റിംഗ് ബൗൾഡർ രൂപത്തിലാണ് നടക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് ബൗൾഡർ ക്ലീവിംഗ്. Then insulation weathering or dirt cracking. The boulders containing dirt are fractured and split due to thermal expansion and contraction. Bush fire also cause insulation weathering. ഏതെങ്കിലും ബൗൾഡേഴ്സിൽ dirt content ഉണ്ടെങ്കിൽ ഒരു എക്സ്പാൻഷനും കോൺട്രാക്ഷനും നടക്കുന്ന സമയത്ത് ഡെഡ് കണ്ടന്റ് അടങ്ങിയ ഭാഗത്ത് ഫ്രാക്ചറിങ്ങും സ്പ്ലിറ്റ്നസും സംഭവിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വെതറിങ്ങിന് ആണ് ഇൻസുലേഷൻ വെതറിങ്. അത് സൺലൈറ്റിന്റെ സഹായത്തോടു കൂടി എക്സ്പാൻഷനും കോൺട്രാക്ഷനും നടക്കുന്നതുകൊണ്ടാണ് അതിന് ഇൻസുലേഷൻ വെതറിങ് എന്ന് പറയുന്നത്. ഇൻസുലേഷൻ വെതറിങ് കാട്ടുതീ കൊണ്ട്, ബുഷ് ഫയർ കൊണ്ട് നടക്കാറുണ്ട്. That's slaking weathering. It refers to disintegration of rocks due to alternative wetting and drying of rocks, wherein consequent expansion and contraction of rock result in disintegration of rocks. ഏതെങ്കിലും ഒരു റോക്കിന് കണ്ടിന്യൂസ് ആയിട്ട് വെറ്റ്നസും ഡ്രൈനെസ്സും കണ്ടിന്യൂസ് ആയിട്ട് ആൾട്ടർനേറ്റീവ് ആയിട്ട് വരികയാണ്. അതായത് ആ സ്ഥലത്ത് മഴ കിട്ടുന്നുണ്ട്, ഒപ്പം തന്നെ അത് പെട്ടെന്ന് ഡ്രൈ ആയി പോകുന്ന അവസ്ഥയും വരാറുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അത് എക്സ്പാൻഷനും കോൺട്രാക്ഷനും കൊണ്ടുണ്ടാവുന്ന ഒരു ടൈപ്പ് ഡിസന്റഗ്രേഷൻ ആണ് സ്ലേക്കിംഗ്.